ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മൈ ദീപക് മല്ലു വ്ളോഗർ. അപ്പോൾ ഞാനിന്നൊരു പുതിയൊരു വീഡിയോ വ്ളോഗുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരാഴ്ചയിലെ OTT റിലീസ് അപ്ഡേറ്റുകളും അതുപോലെ തന്നെ അപ്കമിംഗ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോകുന്ന കുറച്ച് OTT റിലീസ് അപ്ഡേറ്റുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ വ്ളോഗാണ്. ഈ ഒരാഴ്ചയിൽ കൂടുതൽ ചിത്രങ്ങളും അന്യഭാഷ ചിത്രങ്ങളും അതുപോലെ കുറച്ച് മലയാളം ചിത്രങ്ങളാണ് OTT റിലീസിന് എത്തുന്നുള്ളത്. അതിലെല്ലാവരും പ്രേക്ഷകർ ഒരുപാട് കാത്തിരിക്കുന്ന കുറച്ച് ചിത്രങ്ങളൊക്കെ OTT റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സമയം വേസ്റ്റാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ചെറിയ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനോട് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന OTT റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവി അപ്ഡേറ്റ് ആണ്. ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നെസ്ലൻ, സന്ദീപ് പ്രദീപ്, ലുക്മാൻ അവറാൻ, ബേബി ജീൻ, ഗണപതി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ, ഒരു റൊമാൻറ്റിക് ഡ്രാമ ഭാഗത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്നത്. വിഷുവിന് തിയേറ്ററിലൈസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു നല്ല രീതിയിലുള്ള കളക്ഷനൊക്കെ നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള സോണി ലീവാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സോണി ലീവിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ചിത്രം മേ ബി ഇന്ന് വൈകിട്ട് അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് അല്ലെങ്കിൽ ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് സോണി ലീവിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. കാരണം സോണി ലീവിന് ചിത്രങ്ങൾ പറഞ്ഞ ദിവസത്തിനും ഒരു ദിവസം മുമ്പെയാണ് റിലീസ് എത്തുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഉണ്ണി മോഹൻദൻ അതുപോലെ തന്നെ നിഖില വിമൽ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമ പത്തിലെടുത്താകുന്ന ചിത്രമായിരുന്നു ഗെറ്റ് സെറ്റ് ബേബി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമും അതുപോലെ മനോരമ മാക്സ് ആണ്. ആമസോൺ പ്രൈമിൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വിട്ടില്ല. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എൻ്റെ കഴിഞ്ഞുള്ള വീഡിയോകളൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് വരും നാളെ വരും ഈ ആഴ്ച എന്തായാലും വരുന്നൊക്കെ. പക്ഷേ ഇതുവരെ ഒഫീഷ്യലായിട്ട് ഇത് കൺഫേം ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആമസോൺ പ്രൈമിലൂടെ ഇത് കമ്മിങ് സൂൺ പോസ്റ്റർ വന്നിട്ടുണ്ടെങ്കിലും ചിലപ്പോൾ ഇത് സർപ്രൈസ് റിലീസായിട്ട് എത്താനും സാധ്യതയുണ്ട്. അപ്പോൾ മേ ബി ചിത്രം വരുന്ന ജൂൺ 13-ന് ചിലപ്പോൾ സ്ട്രീമിംഗ് ആരംഭിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ ഗേൾസ് എന്ന് പറയുന്ന ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. മനോരമ മാക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസിന് എത്തുന്ന ഒരു വെബ് സീരീസാണ് സൂപ്പർ ഗേൾസ് എന്ന് പറയുന്നത്. ഇതിൽ ആരൊക്കെ അഭിനയിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും വ്യക്തതയില്ല, വേറെ ഡീറ്റെയിൽസ് ഒന്നുമില്ല. ഒരു റൊമാൻറ്റിക് കോമഡി കാറ്റഗറിയിൽ എടുത്താവുന്ന ഒരു വെബ് സീരീസ് ആണെന്നുള്ള അപ്ഡേറ്റ് മാത്രമേ ഉള്ളൂ. ചിത്രം ഈ ഒരു വെബ് സീരീസ് വരുന്ന ജൂൺ 13-ാം തീയതി മനോരമ മാക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ദിലീഷ് പോത്തൻ അതുപോലെ തന്നെ ദേവദർശിനി, ജാഫർ ഇടുക്കി, ശ്രുതി ജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ചിത്രമായിരുന്നു എന്ന് പറയുന്നത്. ചിത്രം ഓൾറെഡി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിച്ചതാണ്. ഇപ്പോൾ ഈ ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജൂൺ 13-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും അതുപോലെ തന്നെ സിംപ്ലി സൗത്തിലൂടെയും ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. 11 എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ നവീൻ ചന്ദ്ര, അഭിരാമി, റിയ ഹരി, ദിലീപൻ, ശശാങ്ക് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ചിത്രമായിരുന്നു 11 എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ള ഒരുപാട് OTT പ്ലാറ്റ്ഫോംസ് സ്വന്തമാക്കിയിട്ടുണ്ട്. ആമസോൺ പ്രൈമും അതുപോലെ തന്നെ സിംപ്ലി സൗത്ത്, ടെൻഡേക്കോട്ടെ, ആഹാ തമിഴ് എന്നിവർ ഈ ചിത്രം ഈ വരുന്ന ജൂൺ 13-ാം തീയതി ഈ 4 OTT പ്ലാറ്റ്ഫോമിലൂടെ റിലീസ് ആവുന്നുണ്ട്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ആമസോൺ പ്രൈമിലൂടെയും മറ്റുള്ള ഭാഷയിലൂടെ തമിഴ് ഭാഷയിലൂടെയാണ് ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സന്താനം അതുപോലെ തന്നെ സൽവരാഘവൻ, ഗൗതം വാസുദേവ് മേനോൻ, ഋതിക തിവാരി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ കോമഡി കാറ്റഗറിയിൽ എടുത്താകുന്ന ചിത്രമായിരുന്നു DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. തിയേറ്ററിലീസ് ചെയ്ത് തിയേറ്ററിൽ ആട്ടപ്പെട്ടെല്ലാം മൂഞ്ചിയിട്ടുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു DD നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ C5 ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി C5ലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. ഓൾറെഡി ഒരാഴ്ച മുമ്പ് ചിത്രത്തിൻ്റെ ലീക്ക് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഒഫീഷ്യലി OTT റിലീസാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു ഹിന്ദി വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. റാണ നായിഡു സീസൺ 2 എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. നമ്മുടെ റാണ ദഗ്ബട്ടി അതുപോലെ തന്നെ വെങ്കടേഷ് ദഗ്ബട്ടി, പ്രിയ ബാനർജി അതുപോലെ തന്നെ അഭിഷേക് ബാനർജി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താകുന്ന ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ വെബ് സീരീസാണ് റാണ നായിഡു എന്ന് പറയുന്നത്. ഈ ഒരു വെബ് സീരീസിൻ്റെ സെക്കൻഡ് സീസൺ ഈ വരുന്ന ജൂൺ മാസം 13-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു വെബ് സീരീസിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിയർ ഉമ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ പൃഥ്വി അമർ അതുപോലെ തന്നെ സൗമ്യ റെഡ്ഡി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മെഡിക്കൽ റൊമാൻറ്റിക് ഡ്രാമ എടുത്താകുന്ന ഒരു ചിത്രമായിരുന്നു ഡിയർ ഉമ എന്ന് പറയുന്നത്. ഏപ്രിൽ മാസം തിയേറ്ററിൽ ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ്
റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ സൺനെസ്റ്റ് ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13 സൺനെസ്റ്റിലൂടെ ചിത്രം തെലുങ്ക് ഭാഷയിലാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു തെലുങ്ക് ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു തെലുങ്ക് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ശുഭം എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ അർഷിത് റെഡ്ഡി കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഹൊറർ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്നൊരു ചിത്രമായിരുന്നു ശുഭം എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ള ജിയോ ഹോട്ട്സ്റ്റാറാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷയിലൂടെയാണ് സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. സാമന്തിയാണ് ഈ ഒരു ചിത്രത്തിൻ്റെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള. ഈ ചിത്രത്തിൽ ചെറിയൊരു ക്യാമിയോ റോളിൽ സാമന്തിയും കൂടി എത്തുന്നുണ്ട്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർക്ക് ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13 ജിയോ ഹോട്ട്സ്റ്റാറിൽ ചിത്രം കാണാവുന്നതാണ്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹിന്ദി മൂവിയുടെ അപ്ഡേറ്റ് ആണ്. കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. അക്ഷയ് കുമാർ, അതുപോലെ R മാധവൻ, അനന്യ പാണ്ഡ്യ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോർട്ട് ഡൂം ഡ്രാമ എടുത്താവുന്ന ചിത്രമാണ് കേസരി ചാപ്റ്റർ 2 എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് നേരത്തെ തന്നെ ഈ ചിത്രം റിലീസിന് മുമ്പ് ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 13 ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷയിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ അത് ഉറപ്പായിട്ടില്ല. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. മേ ബി ചിത്രം ഹിന്ദിയിലും തെലുങ്കിലും എന്തായാലും റിലീസ് ചെയ്യുന്നുള്ള അപ്ഡേറ്റ് ഉണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കുറച്ച് അപ്കമിങ് OTT റിലീസ് അപ്ഡേറ്റുകളാണ്. അതിൽ ഫസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ദിലീപേട്ടൻ്റെ ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ദിലീപ്, അതുപോലെ തന്നെ ധ്യാൻ ശ്രീനിവാസൻ, മഞ്ജു പിള്ള, ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഫാമിലി ഡ്രാമ എടുത്ത ചിത്രമായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററിൽ വലിയൊരു വിജയം നേടിയെടുത്തുള്ള ഒരു ചിത്രം കൂടിയായിരുന്നു പ്രിൻസ് ആൻഡ് ഫാമിലി. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് C5 ആണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 C5 ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ആസാദി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ശ്രീനാഥ് വാസി, ലാൽ, സൈജു കുറുപ്പ്, വാണി വിശ്വനാഥ്, അഭിനോ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു മിസ്റ്ററി ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ചിത്രമായിരുന്നു ആസാദി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്ത വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിട്ടുള്ളത് നമ്മുടെ മനോരമ മാക്സും അതുപോലെ സിംപ്ലി സൗത്താണ്. മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 മനോരമ മാക്സിലൂടെയും സിംപ്ലി സൗത്തിലൂടെയും സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് മറ്റൊരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സൂപ്പർ സിന്ദഗി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, മുകേഷ്, സുരേഷ് കൃഷ്ണ, ജോണി ആൻ്റണി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലൂടെ എടുത്താവുന്ന ചിത്രമായിരുന്നു സൂപ്പർ സിന്ദഗി എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് ഇപ്പോൾ സ്വന്തമാക്കിയത് സൺനെസ്റ്റ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിത്രം മേ ബി വരുന്ന ജൂൺ മാസം 20 സൺനെസ്റ്റിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നുണ്ട്. അതിനുശേഷം ഈ ചിത്രം ഫ്ലവേഴ്സിൽ ടെലിവിഷൻ പ്രീമിയറായിട്ടും റിലീസിന് എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്ന ചിത്രത്തെക്കുറിച്ച് അപ്ഡേറ്റ് ആണ്. അജു വർഗീസ്, സൈജു കുറുപ്പ്, ജോണി ആൻ്റണി, ശ്രുതി ജയൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു കോമഡി ഡ്രാമത്തിലെടുത്താൻ ചിത്രമായിരുന്നു സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറയുന്നത്. 2 ദിവസം മുമ്പ് തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് സൈനാപ്ലൈ ആണ്. സൈനാപ്ലൈയിലൂടെ കമ്മിങ് സൂൺ പോസ്റ്റർ പുറത്തു വന്നിട്ടുണ്ട്. മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 സൈനാപ്ലൈയിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു തമിഴ് മൂവിയുടെ അപ്ഡേറ്റ് ആണ്. മാമൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ സൂരി, ഐശ്വര്യലക്ഷ്മി, സ്വാസിക, രാജ് കിരൺ, അതുപോലെ തന്നെ നമ്മുടെ ബാലശരവണൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ആക്ഷൻ ഡ്രാമത്തിലെടുത്താൻ ചിത്രമായിരുന്നു മാമൻ എന്ന് പറയുന്നത്. തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ നല്ലൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 ആമസോൺ പ്രൈമിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. ഈ ഒരു ചിത്രത്തിൻ്റെ ലീക്ക് റിലീസ് കഴിഞ്ഞ ആഴ്ച എത്തിയിട്ടുണ്ടായിരുന്നു. ഒഫീഷ്യലി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 20 ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നതാണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ലവ്ലി എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. മാത്യു തോമസ്, അതുപോലെ തന്നെ മനോജ് ഗജയൻ, ജോമൻ ജ്യോതിർ, ശ്രീജിത്ത് രവി എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു റൊമാൻറ്റിക് ഫാൻറ്റസി കാറ്റഗറിയിൽ പെടുത്താവുന്ന ഒരു ചിത്രമായിരുന്നു ലവ്ലി എന്ന് പറയുന്നത്. കഴിഞ്ഞ മാസം തിയേറ്റർ റിലീസ് ചെയ്ത് തിയേറ്ററിൽ വലിയൊരു വിജയം നേടാതെ പോയിട്ടുള്ള ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയത് ആമസോൺ പ്രൈമാണ്. ചിത്രം എന്ന് റിലീസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. ഏതായാലും മേ ബി കമ്മിങ് സൂൺ പോസ്റ്റർ ഉണ്ടാവും. അപ്പോൾ ഉടൻ തന്നെ
തന്നെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നതായിരിക്കും. ചിത്രം ജൂൺ ലാസ്റ്റ് വീക്കോടൊക്കെ ആയിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അതുപോലെ കോട്ടയം നസീർ, സിജു സണ്ണി, അതുപോലെ തന്നെ നമ്മുടെ റോണി ഡേവിഡ് എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ കാറ്റഗറിയിൽ എടുത്താവുന്ന ധ്യാൻ ശ്രീനിവാസൻ്റെ വിജയിച്ച ചിത്രം കൂടിയായിരുന്നു ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയ നെറ്റ്ഫ്ലിക്സ് ആണ്. ചിത്രം ഇന്ന് റിലീസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ മാസം 27-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ ചിത്രം സ്ട്രീമിംഗ് ആരംഭിക്കുന്നുള്ളൊരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടിയിട്ട്. ഇനി അടുത്തൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം മൂവിയുടെ അപ്ഡേറ്റ് ആണ്. നരിവേട്ട എന്ന് പറയുന്ന ചിത്രത്തെ കുറിച്ച് അപ്ഡേറ്റ് ആണ്. നമ്മുടെ ടോവിനോ തോമസ്, സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ ചേരൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചിത്രമായിരുന്നു നരിവേട്ട എന്ന് പറയുന്നത്. ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. തിയേറ്ററിൽ കുഴപ്പമില്ലാത്തൊരു വിജയം നേടിയെടുത്തിട്ടുള്ള ഒരു ചിത്രം. അതായത് ഒരു ട്രൂ സ്റ്റോറി ബേസ് ചെയ്തിട്ടുള്ള കഥ ആയതുകൊണ്ട് എല്ലാത്തരം പ്രേക്ഷകർക്ക് ചിത്രം ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ആൾക്കാർക്കാണ് ഈ ചിത്രം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഏകദേശം 2004 കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ഒരു യഥാർത്ഥ സ്റ്റോറിയെ കുറിച്ചുള്ള ചിത്രമായിരുന്നു. അപ്പോൾ ഈ ഒരു ചിത്രത്തിൻ്റെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയുള്ളത് ആമസോൺ പ്രൈമാണ്. ചിത്രം മേ ബിക്ക് തോന്നുന്നു ചിത്രം വരുന്ന ജൂൺ മാസം 27-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്ന ഒരു അപ്ഡേറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ ഒരു ചിത്രത്തിൻ്റെ OTT റിലീസിന് വേണ്ടി. ഇനി അവസാനമായിട്ടൊരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഒരു മലയാളം വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. കേരള ക്രൈം ഫയൽസ് എന്ന് പറയുന്ന ഒരു വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ആ വെബ് സീരീസിൻ്റെ സെക്കൻഡ് സീസണാണ്. അതായത് മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു വെബ് സീരീസിൻ്റെ സെക്കൻഡ് സീസൺ വരികയാണ്. കേരള ക്രൈം ഫയൽസ് സീസൺ 2 എന്ന് പറയുന്ന വെബ് സീരീസ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ലാലും അതുപോലെ തന്നെ അജു വർഗീസാണ് തകർത്ത് അഭിനയിച്ചിട്ടുള്ള ഒരു വെബ് സീരീസ് ആയിരുന്നു. നല്ല രീതിയിലുള്ള കാഴ്ചക്കാരുണ്ടാക്കിയ ഹോട്ട്സ്റ്റാറിനെ. ഇപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് സീസൺ ഇറങ്ങുകയാണ്. ഇതിൽ നായകനായിട്ട് വരുന്നത് നമ്മുടെ അർജുൻ രാധാകൃഷ്ണൻ, അതുപോലെ ഇന്ദ്രൻസ്, അതുപോലെ തന്നെ നമ്മുടെ അരിശ്രേഷ, അങ്ങനെ ഒരുപാട് പേര് ചിത്രത്തിൽ എത്തുന്നുണ്ട്. ഒരു സെക്കൻഡ് പാർട്ടും ഇതുപോലെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായിട്ട് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ഇതിൻ്റെ കമ്മിങ് സൂൺ പോസ്റ്ററും ട്രെയിലറാണ് പുറത്തിറങ്ങിയിട്ടുള്ളത്. മേ ബി ചിത്രം ഈ വരുന്ന ജൂൺ 27-നായിരിക്കും സ്ട്രീമിംഗ് ആരംഭിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ.